അങ്ങനെ കാത്തിരിപ്പുകൾക്കും ആകാംക്ഷകൾക്കും വിരാമം വിട്ടുകൊണ്ട് ആ ദിവസം എത്തിച്ചേർന്നു. ഒക്ടോബർ 31, ഓഫീസിൽ നിന്നും പിക്നിക്ക് പോകുന്ന ദിവസം. കൃത്യനിഷ്ഠതയിൽ കൃത്യത പാലിച്ചുകൊണ്ട് 7:30 ഇറങ്ങാനിരുന്ന ഞങ്ങൾ കൃത്യം 7:45 യാത്ര ആരംഭിച്ചു. ക്ലീഷകൾ തിരുത്തി കുറിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് പിക്നിക്കിൻ്റെ സംഘാടകൻ എന്ന് അവകാശപ്പെടുന്നയാൾ മൈക്കെടുത്ത് നേരെ ആസ്ഥാന ഗായകനെ സമീപിച്ചു. പതിവ് തെറ്റിയില്ല. അദ്ദേഹം അത് വിനയപൂർവ്വം നിരസിച്ചു. സാരമില്ല, നമുക്ക് വേറെയും ഗായകരും നർത്തകരുമൊക്കെ ഉണ്ട്. പിന്നീട് അങ്ങോട്ട് ഒരു ട്രിപ്പിനാവശ്യമായ പതിവ് ചേരുവകൾ എല്ലാം ഉണ്ടായി. പാട്ടായി, ഡാൻസായി, കൂത്തായി. പിന്നെ ഉണ്ടല്ലോ, ഉള്ളത് പറഞ്ഞ ഈ ജെൻസി കിഡ്സിനെ വരെ ഒന്ന് ഓണാക്കാനായിട്ട് നമ്മുടെ നരനിലെയും ബെൻ ജോൺസണിലെയും കല്യാണരാമനിലെയും ചോട്ടാ മുംബൈയിലെയും ഫോർ ദ പീപ്പിളിലെയും ഒക്കെ പാട്ടുകൾ വേണ്ടി വന്നു. ഒരു 90s കിഡ് എന്ന നിലയ്ക്ക് ഞങ്ങളിൽ ചിലർക്ക് അതൊരു അഭിമാന നിമിഷമായിരുന്നു. ഒരു നിമിഷം ഞങ്ങൾ മൃദംഗ പുളകിതരായി. ആഹാ, സീറ്റ് കവറിന് ഇങ്ങനെയും ചില ഉപകാരങ്ങളുണ്ടല്ലേ. ഇത് കണ്ടുപിടിച്ച ജാക്കിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. കുതിരപ്പവൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും കുതിരാനെത്തി. പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും ഇടയിൽ ഇങ്ങനെയും ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കൃത്യം 9:10 ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അപ്പവും സ്റ്റൂവും. ആഹാ, എന്താ രുചി. പിന്നെ കുറേ പാട്ട്, ഡാൻസ്, ഉറക്കം, അങ്ങനെ. നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കണ്ടു തുടങ്ങിയപ്പോൾ പാലക്കാട് എത്തിയെന്ന് മനസ്സിലായി. ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലും ഒരു പടം വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ ആദ്യം വരയ്ക്കുന്നത് ഒരു വീട്, ഒരു പാടം, ഒരു മല, പിന്നെ സൈഡിലായിട്ട് 2-3 തെങ്ങുകൾ. പാലക്കാട് എത്തിയാൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. എന്താ ഭംഗി. ഞങ്ങളുടെ വലിയ ബസ് ചെറിയ റോട്ടിലൂടെ സുഖമായിട്ട് കടന്നു പോകാൻ പലരും ഞങ്ങൾക്ക് വഴിമാറി തന്നു. പണ്ടൊക്കെ ബസ്സിൽ കയറിയാൽ ഡ്രൈവർ ബസ് ഓടിക്കുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ആ കൗതുകത്തിന് പ്രായം എത്രയായാലും ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്തൊരു ഹീറോയിസമാണ്. ഒരു നിമിഷം ജോലി രാജിവെച്ച് ബസ് ഡ്രൈവർ ആയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഏകദേശം 11 മണിയായപ്പോൾ പാലക്കാടുള്ള നല്ലേപ്പള്ളിയിലെ തനിമ ഫാം ലൈഫിലേക്ക് എത്തിച്ചേർന്നു. ഈ പോണതാണ് സുട്രു. നോക്കി വെച്ചു, ഇതിന് ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. തനിമയിലുള്ളവർ ഞങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഏട്ട എന്നുള്ള വിളി കേൾക്കാൻ നല്ല രസമായിരുന്നു. കയ്യിലൊരു ബാൻഡും കിട്ടി ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് നേരെ തനിമയിലേക്ക് ലഗേജ് ലോക്കറിലാക്കി വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായി പോയി. പൈനാപ്പിൾ ജ്യൂസും കുക്കീസും നല്ല രുചിയായിരുന്നു. കോട്ടയത്തു നിന്നുള്ള ഈ ഗൈഡ് തനിമയെക്കുറിച്ചും അവിടെയുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. പിന്നീട് ഞങ്ങൾ 80 പേർ 20 പേർ അടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗൈഡിൻ്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലേക്ക് പോയി. ഇത് സുധീഷ്, ഞങ്ങളുടെ ഗൈഡാണ്. നമ്മളൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത കുറേ ചെടികളും മരങ്ങളും ഇവിടെയുണ്ട്. സുധീഷ് എല്ലാത്തിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ആദ്യം തന്നെ ഗോകാർട്ടിന് പോയി. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ കഴിവുകൾ പ്രകടിപ്പിച്ചു. മെല്ലെ പോയവരെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് സുട്രുവെത്തി. ഇതേ കണ്ടില്ലേ. പിന്നീട് ചൂണ്ടയിടാൻ പോയി. ആലപ്പുഴക്കാരൻ തൻ്റെ സ്വതസിദ്ധമായ കഴിവ് തെളിയിച്ച് 2 സിലോപ്പിയ മീനെ പിടിച്ചു. ഇതാണ് ചീനവല. കണ്ടിട്ട് കരുണാനിധിയുടെ ബന്ധുവാണെന്ന് തോന്നുന്നല്ലോ. കണ്ണാടി കണ്ടില്ലേ. പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അടുത്തതായി പോയത് പെഡൽ ബോട്ടിങ്ങിനും കയാക്ക് അഡ്വഞ്ചറിനുമായിരുന്നു. ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് സുഖമായി പുറകെ കയറിയിരിക്കുന്ന 2 പേർ. അതിലൊരാൾ വലിയൊരു ജിമ്മനാണ് എന്നതുമാണ് ഇതിലെ വിരോധാഭാസം. എന്താ അല്ലേ, വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു തേങ്ങ എടുക്കുക എന്ന ഞങ്ങളുടെ ഉദ്ദേശം എന്തായാലും ലക്ഷ്യം കണ്ടു. തുഴയാൻ അറിയാഞ്ഞിട്ട് കൂടി കയാക്കിങ്ങിനിടയിലും ഞങ്ങൾക്കൊരു തേങ്ങ കിട്ടി. ആദ്യമൊക്കെ തെക്കോട്ട് പോകാൻ ഉദ്ദേശിച്ച് ഞങ്ങൾ വടക്കോട്ട് പോയെങ്കിലും പിന്നീട് പതിയെ ശരിയായി. തെക്കോട്ട് ഉദ്ദേശിച്ചപ്പോൾ തെക്കോട്ട് തന്നെ പോയി. പിന്നീട് സ്കൈ സൈക്ലിംഗ് ആയിരുന്നു. കൂട്ടത്തിലെ ധൈര്യശാലിയാണ് ആദ്യം പോയത്. പിന്നീട് അറിഞ്ഞത് തിരികെ എത്തിയാൽ തല മൊട്ടയടിച്ചേക്കാമെന്ന് നേർച്ച നേർന്നതെന്നാണ്. സത്യമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ആള് തിരികെ എത്തി. എല്ലാ കാര്യങ്ങളും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നത് കൊണ്ട് ഞാനും പോയി. കാറ്റ് വീശിയപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും നല്ല ഒരു അനുഭവമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, സൈക്ലിംഗ് ചെയ്യാനായിട്ട് കാത്തു നിന്നപ്പോൾ വൈവ എക്സാമിന് ടെൻഷൻ അടിച്ച് നിന്ന പോലെ ഒരു ഫീലായിരുന്നു. എന്നാലും പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, ഇവിടെ നല്ല സേഫ്റ്റിയാണ്. പിന്നീട് പോയത് സിപ്പ് ലൈനിലേക്കാണ്. ആഹാ, ഇത് വല്ലാത്ത ഒരു ഫീലായിരുന്നു. കൂടാതെ ഇത് നമുക്ക് ഡ്രോൺ ഷൂട്ട് ചെയ്തെടുക്കാനുള്ള അവസരവും ഇവിടെ ഉണ്ട്. അതെന്തായാലും വളരെ നന്നായി തോന്നി.
ചില റയർ മൊമെൻറ്റ്സ് അല്ലേ, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. 360 ഡിഗ്രി സൈക്ലിംഗ് കഴിഞ്ഞ് ഏകദേശം 1:52 ആയപ്പോഴേക്കും ഉച്ചയൂണ് കഴിക്കാറായി. ഫോണിൻ്റെ ചാർജ് തീർന്നതിനാൽ ഭക്ഷണം കഴിപ്പ് ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു കാര്യം പറയാലോ, പേര് പോലെ തന്നെ നല്ല തനിമയുള്ള ഭക്ഷണം. ഇത് പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. കേരള ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ആരിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ഫുഡ് മേടിച്ചു കൊടുക്കണം. ഊണ് കഴിഞ്ഞപ്പോഴേക്കും ഫോണിനും ചാർജായി, എനിക്കും ചാർജായി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൂട്ടത്തിലെ ആശാൻ മുറുക്കാൻ റെഡിയാക്കുന്നത് കണ്ടത്. എനിക്കും കിട്ടി ഒരെണ്ണം. പുകയിലില്ലാത്ത മുറുക്കാനാണ് കേട്ടോ, നോട്ട് അൺഹെൽത്തി. ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാൻ വളരെ നല്ലതാണ്. ഭക്ഷണത്തിന് ശേഷം നേരെ പോയത് ബേർഡ് സാങ്ച്വറിയിലേക്കായിരുന്നു. കയറി ചെന്നപ്പോഴേ ഒരു ബേർഡ് വന്ന് എൻ്റെ കയ്യിലിരുന്നു. അത് എനിക്കൊരു അഭിമാന നിമിഷമായിരുന്നു. ഏത് പിന്നെ കുറേ ആനിമൽസിനെ കണ്ടു. ചിലതിനെയൊക്കെ കയ്യിലെടുക്കാം. പിന്നെയും കൂട്ടത്തിലെ ധൈര്യശാലി. ഞാൻ പിന്നെ മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുകൊണ്ട് മാറി നിന്നു. പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. എല്ലാവർക്കും ഹസ്കീനെ മതി. എൻ്റെ പൊന്ന് ഹസ്കി, നീ അറിയുന്നുണ്ടോ, നീയാണ് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം ട്രെൻഡ്. ഇവൻ്റെ മുഖത്തെന്താണ് ഒരു മ്ലാനത? അഴിച്ചുവിടാഞ്ഞിട്ടാണോ? പൂച്ച സാർ കൊടും ഭീകരൻ തന്നെ. ട്രെയിൻ യാത്ര കൊള്ളാമായിരുന്നു. കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഫിഷിന് ഫുഡും കൊടുത്ത് ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റിംഗ് കണ്ട് നേരെ പോയത് ആനിമൽ ഹസ്ബൻഡറിയിലേക്കായിരുന്നു. വെള്ളം തേക്കുന്ന മെഷീൻ. ഇത് നമ്മുടെ കരുണാനിധിയുടെ കസിനല്ലേ? കണ്ണാടി എവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് ആർട്ടിഫിഷ്യൽ മിസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഓരോ ആക്ടിവിറ്റി ചെയ്യുന്നിടത്തും ഇതുപോലെ സംഭാരവും വെള്ളവും ഒക്കെ ഉണ്ട്. ഞാനൊരു 6 ഗ്ലാസ് സംഭാരം കുടിച്ചിട്ടുണ്ടാവും. അമ്മാതിരി രുചിയായിരുന്നു. ATV ട്രൈ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മുടെ പാക്കേജിലില്ലായിരുന്നുകൊണ്ട് അത് മാത്രം മിസ്സാക്കി. അപ്പോഴേക്കും മറ്റുള്ളവരെ ഗൈഡും ചെയ്തിട്ട് ഉച്ചഭക്ഷണവും കഴിച്ച് സുട്ടു അവിടെ എത്തിച്ചേർന്നിരുന്നു. ഇനി ഞങ്ങളുടെ കൂടെയാണെന്ന് തോന്നുന്നു ബാക്കി സമയം. ഇവനെന്താ ആടിനെ ഉമ്മ വയ്ക്കുന്നു? എന്ത് ഭംഗിയായി ഇവന്മാരെ കാണാൻ. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് കണ്ടപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് തേന്മാവിൻ കുമ്പത്ത് എന്ന സിനിമയാണ്. കിലുക്കം സിനിമ ഓർമ്മ വന്നവരും ഉണ്ട്. ഇതൊരു 1.5 ടാസ്ക് ആയിരുന്നു. സത്യം പറയാലോ, കിളി പോയി. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊന്ന് കിടക്കണമെന്ന്. അതങ്ങ് പൂർത്തിയാക്കി. എന്താ അല്ലേ? പിന്നെ കുറേ ആക്ടിവിറ്റീസ്. ക്രിക്കറ്റ് കളിക്കണോ? കളിക്കാം. അമ്പെയ്യണോ? എയ്യാം. ഫുട്ബോളും ബാസ്ക്കറ്റും ഷട്ടിലും കളിക്കണോ? കളിക്കാം. പിന്നെ എല്ലാവർക്കും ടാറ്റയും പറഞ്ഞ് കാപ്പി കുടിക്കാൻ പോയി. ബാറ്ററി തീരാറായ ഫോണിന് കുറച്ച് ചാർജും റെസ്റ്റും കൊടുത്തു. അതുകൊണ്ട് കാപ്പി കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റുകയില്ല. കാപ്പിക്ക് നല്ല 1-ാം തരം പഴംപൊരിയും കപ്പയും മുളകും ഉണ്ടായിരുന്നു. കാപ്പി വേണ്ടവർക്ക് കാപ്പിയും ചായ വേണ്ടവർക്ക് ചായയും. നല്ല രുചിയായിരുന്നതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. ഇനി സ്വല്പം പഞ്ചഗുസ്തിയാകാം. ജയൻ സ്വിങ്ങിലെ ആദ്യത്തെ സ്വിങ്. ഞാനോർത്തു എൻ്റെ ഹാർട്ട് പറഞ്ഞു പോയെന്ന്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8-10 നക്ഷത്രവയലിൽ എണ്ണിക്കാണും. നമ്മൾ അനുഭവിച്ച ഈ ഒരു അനുഭവം മറ്റുള്ളവർക്ക് കൂടി കിട്ടാൻ വേണ്ടി പരമാവധി എല്ലാവരെയും ഉന്തിത്തള്ളി അതിൽ കയറ്റി. എല്ലാവരും പേടിക്കുന്നത് കണ്ടപ്പോൾ ഒരു മനസ്സുഖം. പക്ഷേ ആദ്യത്തെ സ്വിങ് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവരുടെ ഫാമിൽ നിന്ന് തന്നെയുള്ള നല്ല ഒറിജിനൽ പ്രൊഡക്ട്സ് കിട്ടും. ചെറുതേനും വൻതേനും ഗീയും കുക്കീസും അങ്ങനെ അങ്ങനെ അങ്ങനെ. ഞാൻ 1/2 കിലോ ഗീ മേടിച്ചു. ആഹാ, എന്താ ആംബിയൻസ്. 5 മണി ആയപ്പോഴേക്കും നൈറ്റ് ഡ്യൂട്ടി ഏറ്റെടുക്കാൻ എന്ന വണ്ണം ചന്ദ്രൻ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ പോയത് ബോഡി മസാജ് ചെയ്യാനാണ്. ഇത് മെഷീൻ മസാജാണ് കേട്ടോ. വേറെ ഫുൾ ബോഡി മസാജ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. മെഷീൻ മസാജ് ആയിരുന്നെങ്കിലും വളരെ നന്നായിരുന്നു. 5:30 തൊട്ട് 7:30 വരെ സ്വിമ്മിംഗ് പൂളിലും റെയിൻ ഡാൻസും കളിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്തു. നീന്തലും ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞ് ഒരു കുളിയും കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളെല്ലാം നല്ലപടിയെ നടന്നു എന്ന് അന്വേഷിക്കാൻ സുട്രുവും എത്തി. രാത്രിയിൽ ഇവിടെ വേറെ ആംബിയൻസ് ആണ് കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ ഒരു ഭംഗി. അടുത്ത സെഷൻ ക്യാമ്പ് ഫയർ ആയിരുന്നു. കുറേ ഗെയിംസ് കളിച്ചു, പാട്ട് പാടി, ഡാൻസ് കളിച്ചു. ഇവയിലെല്ലാം സുട്രു അവൻ്റെ സാന്നിധ്യം ഉറപ്പാക്കി. കണ്ടില്ലേ നടുക്ക് കയറി നിൽക്കുന്നത്? ഏകദേശം 9 ആകാറായപ്പോഴേക്കും ഞങ്ങളുടെ സപ്പർ റെഡിയായി. ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ സ്വാദ് ഓർമ്മയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നും എടുക്കാതിരുന്നില്ല. എല്ലാം എടുത്തു. എല്ലാത്തിനും എന്താ രുചി. കൂട്ടത്തിൽ നീര എന്നൊരു സാധനം കിട്ടി. കള്ളാവുന്നതിന് മുമ്പേ ഉള്ള ഒരു ഡ്രിങ്ക് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. എനിക്ക് തോന്നുന്നു അതായിരുന്നു മിക്കവരുടെയും ഫേവറേറ്റ് എന്ന്. ഒരു ദിവസത്തെ കഠിന അധ്വാനത്തിന് ശേഷം സുട്രു അങ്ങനെ ഉറക്കമായി. ഞങ്ങൾക്ക് തിരികെ പോകാറുമായി. ചിലപ്പോഴൊക്കെ ചില സിനിമ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്.
അയ്യോ, ഈ സിനിമ തീരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന്. അതുപോലെയായിരുന്നു തനിമയിലെ ഓരോ മൊമെൻസും. എത്ര നിഷ്കളങ്കമായ സംസാരവും ഇടപെടലുമായിരുന്നു ഇവരുടേത്. ഇപ്പോൾ ഓർക്കുമ്പോൾ എല്ലാം മിസ് ചെയ്യുന്നു. തിരിച്ച് ബസ് കയറിയപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു: ഇനിയൊരു അവസരം കിട്ടിയാൽ വീട്ടുകാരെയും കൂട്ടുകാരെയും കൂട്ടി വീണ്ടും ഇവിടേക്ക് വരണമെന്ന്.